നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. ഉണ്ട് ഉണ്ട്. ആക്ച്വലി അതെ അതെ, ഒരു സിമിലാരിറ്റി ഉണ്ട് അത്യാവശ്യം. പിന്നെ രണ്ട് ട്രാക്കാണ്. അല്ല, അതായത് വെള്ളമടിച്ച് നശിക്കുന്നവർ നന്നാവുന്നതിൻ്റെ ഒരു സാധനം തന്നെയാണ് ബേസിക്കലി. പക്ഷെ രണ്ട് ട്രാക്കാണ്, കണ്ടിരിക്കാൻ രണ്ട് വ്യത്യസ്തമായ മൂവിയാണ്. അതെ, കിടിലം അഭിനയമായിരുന്നു. അതും ശരിക്കും മരിച്ചഭിനയിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഏകദേശം അതുപോലെയാണ്. ഞാനിപ്പം പറയായിരുന്നു, പല ഷോട്ടും കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയാണ് ചെയ്തേക്കുന്നത്. അതും ഞാൻ ശരിക്കും ഞെട്ടിയത് ആ ട്രെയിൻ പാസ് ചെയ്യുന്ന ഷോട്ട്. ശരിക്കും ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ആൾ ചെയ്തു എന്ന്, പക്ഷെ അത് റിയലി കണ്ടപ്പോഴാണ് ജസ്റ്റ് ട്രെയിൻ തൊട്ട് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പലതും റിസ്ക് എടുത്ത് ആള് ബേസിക്കലി അങ്ങനത്തെ ക്യാരക്ടറാണ്, എന്ത് റിസ്ക് എടുത്തും ചെയ്യുന്നത്. അപ്പം അത് സ്ക്രീനിൽ കാണാറുണ്ട് എല്ലാ സീനിലും. അതെ അതെ, ആക്ച്വലി പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ 2 റിവ്യൂ ഞാൻ കേട്ട്. ചിലർ സിനിമ കണ്ടതിന് ബ്രേക്കിന് ഇറങ്ങാൻ പറയുന്നത് ഇത് കണ്ടിട്ട് പോയൊന്ന് 2 അടിക്കാൻ തോന്നുന്നു പറയുന്നവരുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇങ്ങനെ പറയാൻ പാടുണ്ടോന്ന്. പക്ഷെ അതല്ല, ഫുൾ മൂവി കാണണം എന്നാല് ഭയങ്കര വേറെ ആംബിയൻസിലൊക്കെ ഇങ്ങനെ അടിക്കുന്ന പല ഷോർട്സ് ഉള്ളതുകൊണ്ട് സോറി, അങ്ങനെ ഒരു ഫീല് ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷെ ഫുൾ മൂവി കണ്ട് ഇറങ്ങിയിട്ട് പിന്നെ ആരും അത് പറയില്ല. ഓക്കെ, അപ്പോൾ ശരി. പടം ഭയങ്കര ചെറിയൊരു ലാഗുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ മറ്റേ ഫീൽ ഗുഡ് സബ്ജക്റ്റാണ്. കാരണം ഒരുപാട് സ്ഥലത്ത് ചെറിയൊരു എന്താ പറയുക ഡയലോഗ്സ് ഇല്ലാത്ത അനുഭവപ്പെട്ടു. കാരണം ഒരുപാട് സീൻസിൽ എന്താ പറയുക BGM ഉണ്ട്. പക്ഷേ ഇതിലൊരു അവാർഡ് പരിഗണിക്കുന്ന മൂവിയാണ്. കാരണം അത്ര നല്ല രീതിയിൽ ഡയറക്ടർ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിച്ചേട്ടനെ നല്ലൊരു അഭിനയമാണ്. പിന്നെ പ്രീതി ചേച്ചി, പിന്നെ വേറൊരു ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ഒരുപാട് ഇത് ജീവിതഗന്ധിയായിട്ടുള്ള ഫാമിലി സബ്ജക്റ്റാണ്, ഒരു ഇമോഷണൽ സബ്ജക്റ്റാണ്. ഒരു കള്ളുകുടിയന്മാർക്കുള്ള ഒരു മെസ്സേജുള്ള സിനിമയാണ്. കള്ളു കുടിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ലൈഫ് ലോങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാമിലി അത് നല്ലതായിട്ട് സംഭവിക്കില്ല എന്ന് പറയുന്ന മെസ്സേജ്. വെള്ളം മൂവിയിലെ മുരളിയില്ലേ, അതിൽ നിന്നും ഈ ജീവൻ വ്യത്യസ്തമാണ്. വെള്ളം മൂവിയിലെ ജയസൂര്യ വലിയൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ട്രെയിലർ ഫുള്ള് സിനിമ കണ്ടിട്ടില്ല വെള്ളം, പക്ഷേ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് വലിയൊരു പെർഫോമൻസ് തോന്നിയില്ല. ഇത് നല്ലൊരു നാച്ചുറാലിറ്റി പെർഫോമൻസ് ആയിട്ട് തോന്നി. കാരണം ജയസൂര്യ എന്ന നടൻ ഒരുപാട് സിനിമയിൽ വെള്ളോടിയായിട്ടൊക്കെ അഭിനയിക്കുമല്ലോ. പക്ഷെ ഇത് ഒരു പുതുമുഖ നടനല്ലേ സീനും, അപ്പൊ അത് വർക്കൗട്ടായി പോയിട്ടുണ്ട് അത്യാവശ്യം. ഇതും ഫുൾ ഉള്ള പുതുമുഖങ്ങളാണ്. ആ ഒരു എഫോർട്ട് എടുക്കാൻ ഡയറക്ടർ കാണിച്ച കോൺഫിഡൻസ് സ്ക്രിപ്റ്റിന്റെ ആണോ അതോ? അത് സ്ക്രിപ്റ്റിന്റെയും പിന്നെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ വാല്യൂ അല്ല, ഇതിൽ കഥയാണ് വലുത്. കാരണം ഈ പടം മമ്മൂക്ക അഭിനയിച്ചാൽ പോലും കഥയ്ക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അത് ഏതൊരു പുതുമുഖ, ഇപ്പോൾ ഞാൻ അഭിനയിച്ചാൽ പോലും ചിലപ്പോൾ വർക്കാവും. പുതുമുഖക്ക് ഇനി നല്ല സാധ്യതയാണ് ഇതുപോലുള്ള പടങ്ങൾ വിജയിക്കുവാണെങ്കിൽ അല്ലേ? പുതുമുഖങ്ങൾക്ക് ഇതുപോലുള്ള പടങ്ങൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലെയോ അല്ല പ്രേമലു പോലെയോ ആൾക്കാർ ഇടിച്ച് സിനിമയ്ക്ക് പുതുമുഖ നടന്മാർക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പടങ്ങളും ഇതുപോലെ ഒരുപാട് തിയേറ്റേഴ്സും ഉയർന്നു വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്നാ പറയുന്നത് ഇച്ചിരി സഭാകമ്പൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഞാനിങ്ങനെ അഭിപ്രായം പറയില്ലാത്ത ആളാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം ആ ക്ലൈമാക്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. വളരെ നല്ലൊരു സിനിമ. അതുപോലെ തന്നെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ്, ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വലിയ കാറ്റഗറി പ്രത്യേകിച്ച് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഈ സിനിമ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇവർക്കൊക്കെ തിരിച്ചു വരും. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നാളെ അടി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ജീവിതത്തിൽ ഒരിക്കലും അടി നിർത്തുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പം നമ്മൾ ഇതിനകത്തുണ്ട് പല ഘട്ടങ്ങളുണ്ടല്ലോ, മദ്യപാനത്തിൻ്റെ ആ ഒരു പല സ്റ്റേജസ് ഉണ്ട്, ആ ഹാലുസിനേഷൻ വരെയുള്ള സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വരെ ഇവർക്ക് നിർത്താൻ പറ്റുന്നുള്ളൂ, പക്ഷെ ഒരിക്കലും നിർത്താൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു സിനിമ ഇങ്ങനെയുള്ളവരെ കാണിക്കുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ടും. അതുപോലെ തന്നെ ആ അവസാന കുട്ടിയായിട്ടുള്ള ഹഗ് ചെയ്യുന്ന ആ രംഗം ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടച്ചിങ് ആണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടും ആ ഫാമിലി ലൈഫിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്താണെങ്കിലും ഈ സിനിമ എന്താണ് സമൂഹത്തിനുള്ള നല്ലൊരു മെസ്സേജാണ്, സമൂഹത്തിനൊരു കോൺട്രിബ്യൂഷനാണ്, നമ്മുടെ സമൂഹത്തിന് നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കാരണമാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, താങ്ക് യു. ജീവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ മദ്യപാനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോകുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ മദ്യപിച്ച് കുടുംബവും ജീവിതവും എല്ലാം നശിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് പടം. കാരണം ഇന്നത്തെ ജനത കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്.
ഗോവിന്ദൻകുട്ടി തിരക്കിലാണെന്ന സിനിമയ്ക്ക് ശേഷം വിനോദ് നാരായണ സാറിൻ്റെ ഒരു സിനിമ തന്നെയാണ്. നല്ല പാട്ടുകൾ, ബീച്ചും എല്ലാം ഉള്ളൊരു മൂവി. പിന്നെ ഇതിനകത്ത് അപ്പ എന്ന സിനിമയിൽ നായികയായിട്ട് എത്തിയ കുട്ടിയാണ് ഈ പടത്തിൽ എത്തിയിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വ്യത്യസ്തമായ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് പുതുമുഖം എന്ന് പറയില്ല, എല്ലാവരും അടിപൊളി. പിന്നെ ക്യാമറമാനായിട്ട് വന്ന ആൾ തന്നെയാണ് ഇതിൽ നായകനായിട്ട് വന്ന്. ഇതിൽ നല്ല പാട്ടുകളുണ്ട്, ഫീൽ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, മദ്യപിക്കുന്നവർ ഈ സിനിമ കണ്ടാൽ ഒരു പക്ഷെ നിർത്തും. കാരണം മദ്യപിക്കാം, ഓവറാവരുത്. ഓവറായിട്ട് മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതം തന്നെ കുടുംബമാണ് വലുത്, കുടുംബമാണ് അല്ലേ, കുടുംബമാണ് വലുത്. അപ്പോൾ കുടുംബമാണ് വലുതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ മദ്യപാനത്തിന് എതിരെ ഉള്ളൊരു സിനിമ തന്നെയാണ് ജീവൻ. എന്തായാലും കണ്ടവരെല്ലാം ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു പോയി. സൂപ്പർ സിനിമ, നല്ല പാട്ടുകൾ, അതുപോലെ നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, നല്ല ആക്ടിങ്, ബോറടി ഇല്ലാണ്ട് കണ്ടിരിക്കാവുന്ന ഒരു നല്ല മൂവിയാണ്. ഒരു സീനുണ്ട് അതിനകത്ത്, എൻ്റെ പൊന്നെ, ആ പുള്ളി ഇങ്ങനെ ആ നായകൻ വെള്ളമടിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി വന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്. പട്ടി വന്നിട്ട് അല്ലേ ആ മുഖത്ത് നക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ കുടിയും കിടക്കുമ്പോൾ അതൊക്കെ ആ നായകൻ ശരിക്കും വർക്കൗട്ട് ചെയ്ത് അഭിനയിച്ചതാണ്. കാരണം പുള്ളിക്ക് അത് ചെയ്തുകൊണ്ട് പുള്ളിക്ക് അതുപോലെ വേറെ സംഭവമുണ്ട്. കാരണം പുള്ളിയുടെ ചിന്തയിൽ വേറെ ആൾ ഇടിക്കുന്നുണ്ട്, മറ്റൊരാളുണ്ടെന്ന് ആ മദ്യത്തിൻ്റെ പേരിൽ അത് തന്നെ ഇടിക്കുന്നുണ്ട്. ആ സീനൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തതെന്ന് അറിയോ. ഗംഭീരം പടം. പട്ടി ഒറിജിനൽ തന്നെയാണ്, അത് വൈറലായിരുന്നു എൻ്റെ സംഭവം. പാട്ടും ഗംഭീരമാണ്. അപ്പോൾ ജീവൻ സിനിമ കാണുക എല്ലാവരും. മദ്യപാനമൊക്കെ കുറച്ച് നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോവുക. കുടുംബമാണ് വലുത്. അപ്പം നമ്മൾ മദ്യപാനത്തെ കുറച്ചൊക്കെ ആവും, ഒരു സന്തോഷമൊക്കെ ആവും, പക്ഷെ ഓവറാവരുത്. ഒരു സന്ദേശം തന്നെയാണ് പടം. ജീവൻ നല്ല സിനിമ. ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണ്. അതിൽ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അഭിനയിക്കാൻ പറ്റി. ഓഫീസ് റൂമിലോട്ട് സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. വളരെ മനോഹരമായ ഷോട്ടാണ്. താങ്ക് യു. ആ സമയത്ത് ഇന്റർവെൽ സീനാണ്. അപ്പൊ അതിനു മുന്നേ ഇവളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവനെ കാണുന്നുണ്ട്, പക്ഷെ അവൾക്ക് മോളെ നോക്കണം. അവൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തു. പക്ഷെ ആ സമയത്തും അവൾ പ്രതീക്ഷിക്കുകയാണ് ആള് തിരിച്ചു വരും എന്ന്. അപ്പോൾ ആ ഒരു നോട്ടത്തിലും ആ ഒരു സൈഡ് ഇതിലാണെങ്കിലും അവൾ ആഗ്രഹിക്കുന്നത് അവൻ തിരിച്ചു വരും, ആ ലവ് ആയിരിക്കും വിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലവ് അല്ല വിൻ ചെയ്യുന്നത്, അവിടെ അഡിക്ഷനാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ അങ്ങനെ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കായൽമാരെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർ വാച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇത് ഈ ചിത്രം കണ്ടിറങ്ങുമ്പോൾ പല രംഗങ്ങളും ഗ്രഹിപ്പിച്ചു. പ്രത്യേകിച്ച് ആ മതിലേക്ക് എന്നുള്ള സോങ്ങിന് മുമ്പായിട്ട് പുള്ളി ആ വെള്ളത്തിൽ നിന്ന് കെട്ടിയെടുക്കുന്ന സീനുണ്ടോ, അത് കഴിഞ്ഞപ്പോൾ സോങ് കൂടെ നമുക്ക് ശരിക്കും നമ്മൾ കരഞ്ഞു. നമ്മൾ ജീവിതത്തിൽ പല വ്യക്തികളും ഇങ്ങനെ കാണും, ഈ ടോപ്പിൽ നിന്ന് വന്നിട്ട് പെട്ടെന്നൊരു മനുഷ്യൻ്റെ അധപ്പതനം, അത് ഭാര്യയായിട്ട് അഭിനയിച്ച ക്യാരക്ടറും നമ്മൾ കരയിപ്പിച്ചു കളഞ്ഞു. പല രംഗങ്ങളിൽ ഒരു സ്ത്രീയുടെ അവസ്ഥ നമ്മൾ അവർ ആലോചിക്കും. അത് ആക്ച്വലി റിയൽ ആയിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് കായൽമാരെ നമുക്ക് കാണാം. അതായത് സ്ട്രോങ് ആയിട്ടിരിക്കണം ഫാമിലിക്ക് വേണ്ടി, എന്നാ അവരോടുള്ള ലവ് ഉണ്ട്. അപ്പോൾ കമ്പാഷൻ ഉണ്ട്. സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ വഴക്കിടേണ്ടി വന്നത്. ആള് നന്നാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഒബ്വിയസ്ലി അഡിക്ഷൻ ആണ് വിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണെന്ന് വിശ്വസിക്കുന്നു. വിനോദേട്ടൻ്റെ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിനോദേട്ടൻ്റെ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റോറിയാണിത്. വിനോദേട്ടൻ ഇതുപോലെ ജീവിച്ച് നടന്ന ഒരാളാണ്. കഴിഞ്ഞൊരു 4 വർഷം മുന്നേ ആണ് ആള് കള്ളുകൂടി നിർത്തി ഈ പടത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുന്നേ അപ്പോൾ ചേട്ടൻ എപ്പോഴും കായലിൻ്റെ ക്യാരക്ടർ പറയുമ്പോഴും വൈഫിനെ മോളിനെ എപ്പോഴും കമ്പയർ ചെയ്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ചേട്ടൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണലാവും. ബിക്കോസ് ഇത് റിയൽ ആളുടെ ഒരു സ്റ്റോറിയാണ്. ആളിങ്ങനെ നടന്നിട്ടുണ്ട്, 50 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് വേദനകരമാണ്. ഇതിൽ കാണുന്ന പോലെ ജീവൻ എങ്ങനെ അത് ഓവർകം ചെയ്ത് വന്നു, വിനോദേട്ടനും ഓവർകം ചെയ്ത് വന്നു. അപ്പോൾ ഈ പടം വിനോദേട്ടൻ്റെ എന്താ പറയുക, ഷിയർ ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ അതിനും അല്ല, പ്രതിയുടെ ക്യാരക്ടർ പല സ്ത്രീകളെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പല സ്ത്രീകൾക്കും ഇത് കാണുമ്പോൾ പ്രതിയായിട്ട് ഈ അനുഭവം വന്നിട്ടുണ്ട് അല്ലേ. അതെ, പല കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് കാണിച്ചിരിക്കുന്നത്. മദ്യപാനത്തിൻ്റെ ഒരു തീഷ്ണത, അത് ഒരു കുടുംബം തന്നെ താറുമാറായിട്ട് ഒരു മനുഷ്യന് എത്ര അതപ്പതിപ്പിക്കാമോ അത്ര രീതി വന്നിരിക്കുകയാണ്. എനിക്കിത് കാണുന്നൊരു മെസ്സേജ് തന്നെയാണ് പടത്തിൽ ശരിക്കുന്നത്. അത് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ.
ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അനുഭവം, ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും അഡിക്റ്റ് ആവുന്നൊരു ഇതാണ് കഥയാണ് പറയുന്നത്. എങ്ങനെ ആവരുത്, ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത് എന്നതാണ് കാണിക്കുന്നത്. കൊള്ളാം, കണ്ടിരിക്കാം, നല്ലൊരു മൂവിയാണ്. അതും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ കുഴപ്പമില്ല. വളരെ നല്ല ഫിലിം, വളരെ നല്ല ഫിലിം. ലാസ്റ്റ് കരയിപ്പിച്ച്. ഇല്ല ഇല്ല, പക്ഷേ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. നല്ലൊരു മൂവിയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. അതെ അതെ, ഞാൻ വളരെ നല്ല ഒരു മൂവി, വളരെ നല്ല ഒരു മെസ്സേജ് നൽകുന്ന ഒരു ചിത്രം. വളരെ നാളിന് ശേഷം മലയാളത്തിലെ പുതിയ ചിത്രങ്ങളൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ്. പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മദ്യപിക്കരുത് എന്ന് പറയുന്ന ഒരു വെറുതെ ഇങ്ങനെ ഒരു പറയുന്ന ഒരു സംഭവമല്ല, ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലല്ലാണ്ട് ഒരു മദ്യത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നു, അയാളുടെ നമ്മൾ ആ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ്. അവസാനമാണ് അതിൻ്റെ ആ മനുഷ്യൻ ഏതെല്ലാം രീതിയിലാണ് മദ്യത്തിലേക്ക് പെട്ടുപോകുന്നത് എന്ന് അവസാനം മനസ്സിലാകുന്ന ഒരു വലിയൊരു തിരിച്ചറിവ്. മദ്യത്തിൽ വീണ ഒരുപാട് കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ അകാലത്തിൽ മൃതിയടഞ്ഞിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരാൾക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ ഈ സത്യമാണ് ദൈവത്തെയാണ്. കാരണം ചേട്ടൻ പെർഫോമൻസ് ഇല്ലേ, ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് സിനിമയിൽ, കുറച്ച് കഴിയുമ്പോൾ എന്നെ പോലെ ആയി മാറുന്നു. ഈ മദ്യപാനികളോട് ഒരു കാര്യം പറയാണ്ട്, ഈ സിനിമ ജീവൻ എന്ന് പറയുന്ന സിനിമ വിനോദ് നാരായണന്റെ പടം കണ്ടു കഴിഞ്ഞാൽ മദ്യപാനം നിർത്തും, ഉറപ്പാട് നിർത്തും അല്ലേ. പല കുടുംബങ്ങളും തകർന്നു പോയി, കാരണം മദ്യപാനം കണ്ട് പല കുടുംബങ്ങളും തകർന്നു പോയി. അവർക്കൊരു എന്താ പറയുക, ലൈഫ് തിരിച്ചു കിട്ടും. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന യഥാർത്ഥ ലഹരി ജീവിതമാണ്. അതാണ് ഗംഭീരം ഗംഭീരം. ഓക്കെ, ഇന്റർവ്യൂ നടക്കട്ടെ. ഇതൊരു DOP ആണ് ഫീഡ്ബാക്ക്. വേറൊരു DOP അഭിനയിച്ച പടം, DOP ക്യാമറ ചെയ്ത് DOP നായകനായിട്ട് അഭിനയിച്ച പടത്തെക്കുറിച്ച് DOP വിലയിരുത്തും. ഇറങ്ങിയതിപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ എക്സൈറ്റിംഗ് ഇപ്പോൾ വിട്ടിട്ടില്ല. സിനിച്ചേട്ടൻ്റെ ആക്ടിങ് സൈഡ് ഇതുവരെ കണ്ടായിരുന്നില്ല. പുള്ളി ഒരു സിനിമാറ്റോഗ്രാഫർ അഡാർ ലവ് ഹാപ്പി വേണി അതിലൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ സിനിമാറ്റോഗ്രാഫി ലെവലിലേ എനിക്ക് അറിയുള്ളൂ. ഒന്നാമത് ഇങ്ങനെയൊന്നും ഇൻ്റർവ്യൂ എടുത്ത് ശീലമൊന്നുമില്ല, ക്യാമറയ്ക്ക് പുറകിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യില്ല, പുള്ളി അക്ഷരത്തിൽ നിർത്തിച്ചു. നമ്മൾ വള്ളം പോലത്തെ ഒരുപാട് മൂവീസ് നമുക്ക് ഇതിനൊക്കെ ഇൻസ്പയർ ആവും, പക്ഷേ ഇത് പുള്ളിയുടെ പെർഫോമൻസ് ഈസ് ഓസം. ഒരു രക്ഷയില്ല, എടുത്ത് പറയേണ്ടത്. നടനയൊക്കെ ആയിക്കൊണ്ടപ്പോൾ നെട്ടിച്ചു, അക്ഷരത്തിൽ നെട്ടിച്ചു. ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനത് DA നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഭാഗങ്ങളെ കണ്ടു, പക്ഷേ ഇത്രത്തോളം ഫുൾ ടൈം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീലായി. ഇത് എനിക്കും ഫീലായി. ഞാൻ വല്ലാത്തൊരു അതല്ല, ഈ DOP ചെയ്ത സിനു സിദ്ധാർത്ഥ് നായകനായിട്ട് അഭിനയിക്കാൻ പുള്ളി 2 കാര്യങ്ങളെ പടത്തിൽ നായകനാകും സിമിൾട്ടേനിയസ്ലി പുള്ളി ക്യാമറാമായിട്ട് വർക്ക് ചെയ്തു. ശരിക്കും 2 കാര്യങ്ങൾ ചെയ്തിട്ടും പുള്ളി ആ ഒരു ക്യാരക്ടറിന്റെ ജീവൻ എത്രത്തോളം പ്രേക്ഷകരെ സിനിമാറ്റോഗ്രാഫി ലെവലിൽ ഇഷ്ടപ്പെട്ട് തെളിയിച്ചത്. നമുക്കിവിടെ കേരളത്തിൽ ആദ്യമായിട്ട് റോപ്പ് ക്യാമറ അങ്ങനെ ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളി. ഒരുപാട് ടെക്നിക്കലി പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ആ ആളിൽ നിന്ന് ഇങ്ങനൊരു പരിപാടി ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല. അത് ശരിക്കും തട്ടില്ല. ഇപ്പൊ വിളിക്കാൻ പുള്ളിന് ഇതിന്റെ കൈ വിറക്കെ ഇവരുടെ അടിച്ചാൽ ശരിക്കും ഡൗൺ ടു എർത്ത് ആയിട്ടില്ല. പടം കണ്ടില്ലേ, ആ അഴിച്ചാലൊക്കെ ശരിക്കും റിയലി ആയി ഷൂട്ട് ചെയ്താ. ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യില്ലേ. അപ്പോൾ അതൊക്കെ പുള്ളി അതിനോട് എഫേർട്ട് ഇട്ടതിൽ ശരിക്കും കാണാനുണ്ട്. ഭയങ്കര താങ്ക് യു സിൻചേട്ടാ, ഇങ്ങനത്തെ നല്ലൊരു പടം തന്നതിന്. എനിക്ക് സോങ് മതിലേക്കെന്നുള്ള സോങ്ങിന് മുമ്പത്തെ പുള്ളി വെള്ളത്തിന് പൊക്കി എടുക്കുന്നില്ലേ സിനിമ, മറ്റേ വെള്ളത്തിൽ മറിഞ്ഞു. ശരിക്കും നമുക്ക് അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. ശരിക്കും വല്ലാത്തൊരു ഫീലായിരിക്കും. അത് പറഞ്ഞാൽ ആളുകൾ വന്ന് പ്രേക്ഷകർ വന്ന് നേരിട്ട് കണ്ടാൽ തന്നെ ഇത് ഫീൽ ചെയ്യും. വിനോദ് നാരായണൻ സംവിധായകൻ, ഗോപി സുന്ദർ മ്യൂസിക്, അഭിനയിച്ച പ്രീതി കൃഷ്ണ, അതിന്റെ റൈറ്റർ നന്നായിട്ട് നല്ല ഫീലുള്ള പടം. ഓക്കെ